എന്താ പറ്റി? ആരും ഒരു ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്ത പ്രോബ്ലം അല്ലേ ഇത്? ഇതൊക്കെ ചെയ്തല്ലേ, മറന്നോ? മക്കളെ മറന്നോ ഇതൊക്കെ? ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്താ. ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്തതാ. ഇതാ ഈ 5 CFL പ്രോബ്ലം ഇതൊക്കെ ഒന്നുകൂടി ചെയ്തോ. ഞാൻ പറഞ്ഞു 2 മാർക്ക് ഷുവർ ആട്ടോ. ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം മാത്രം 2 മാർക്ക്, മൊത്തം ചിലപ്പോൾ 4 മാർക്കിൽ ABC ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഇതിൽ 2 മാർക്കിന്റെ പ്രോബ്ലം ആണ്. അടുത്ത സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയാനുള്ളത് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. ഓക്കെ, തുടങ്ങല്ലേ? അപ്പോ നമ്മളെ വീടില്ലേ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. നമ്മളെ സേഫ്റ്റിക്കായാലും വീട്ടിലെ സേഫ്റ്റിക്കായാലും എന്തിനാണെങ്കിലും അതിൽ ഒന്നാമത്തെ സേഫ്റ്റി ഫ്യൂസ് ആണ്. ഇത് നമ്മൾ പഠിച്ചാണല്ലോ സേഫ്റ്റി ഫ്യൂസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫ്യൂസ് ഓർമ്മല്ലേ? ചിത്രം കണ്ടാ ഓർമ്മ വരും. ഇവിടെ ചിത്രം ഇവിടെ ഇല്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ട ചിത്രം ഫ്യൂസ് കണ്ടില്ല നിങ്ങൾ? കാണാത്താരുണ്ടോ ഫ്യൂസ്? ഇല്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ, കുഴപ്പമില്ല. അപ്പോ സേഫ്റ്റി ഫ്യൂസ് എന്താണ്? സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ സേഫ്റ്റി ഫ്യൂസിന്റെ? എന്ത് പറ്റി ആർക്കെന്താ മിണ്ടാട്ടില്ലാത്ത? കേൾക്കുന്നില്ല സാറ് പറയുന്ന? എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കേ. എല്ലാരും ഒന്ന് കാണട്ടെ. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കേ. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കി പെട്ടെന്ന്. ഇവിടെ കുറെ പേര് ഇഞ്ഞുണ്ടല്ലോ. ഓക്കെ. അപ്പൊ സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ഹീറ്റിംഗ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജൂൾസ് ലോ എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ വാട്ട് ഈസ് ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി ഫ്യൂസ് പഠിച്ചതാണല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണല്ലോ, പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഫ്യൂസ്? എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിക്കട്ടെ. എന്തിനാ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടില്? വെറുതെ ഉപയോഗിക്കുക? ഒരു സേഫ്റ്റി ഫ്യൂസിന് കുറച്ച് വില ഉണ്ട്, വെറുതെ കുറച്ച് പൈസ ആക്കി വീട്ടിൽ വെക്കുകയാണോ? ആണോ? മക്കൾ? എന്നെന്താ ഒരു റിപ്ലൈ ഇല്ലാത്തവരും? ഇതൊക്കെ നിങ്ങൾ പഠിച്ച ഭാഗമല്ലേ? സേഫ്റ്റി ഫ്യൂസ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇല്ല, ഒരാൾക്ക് ഓർമ്മയില്ല. എക്സസ് കറണ്ട് ഒഴിവാവാൻ അല്ലെ? നമ്മളെ വീടില് വരുന്ന എക്സസ് ആയിട്ട് അമിതമായിട്ട് കറണ്ട് വരുമ്പോ അതിന് രക്ഷപ്പെടാനാണ് എന്ത് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോ വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ്? നമ്മുടെ വീടുകളിൽ എപ്പോഴൊക്കെയാണ് സർക്കംസ്റ്റാൻസ് അല്ലേ എക്സസ് കറണ്ട് വരാൻ എപ്പോഴാണ് ചാൻസ് ഉള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട്. ഏതാണ്? ഷോർട്ട് സർക്യൂട്ടും ആൻഡ് ഓവർലോഡിങ്. ഇത് രണ്ടും സംഭവിക്കുമ്പോഴാണ് എന്ത് എക്സസ് കറണ്ട് വരിക. ഷോർട്ട് സർക്യൂട്ട് ആണ് മെയിൻ കാരണം, ഓവർലോഡ് എന്നും വേണം പറയാം. ഓക്കെ ആണോ? ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. അടുത്ത് വാട്ട് ഹാപ്പൻ ടു ദ സർക്യൂട്ട് വെൻ ദർ ഈസ് എക്സസ് കറണ്ട് ഇൻ എ സർക്യൂട്ട്? എന്താ സംഭവിക്കുക? എന്താവും? ഒരു സർക്യൂട്ടിൽ എക്സസ് ആയിട്ട് കറണ്ട് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ എന്താവും? അതിൽ കണക്ട് ചെയ്ത ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസും കേടുന്നു അല്ലെ? ഓവറായിട്ട് കറണ്ട് വന്നാൽ ആ ഡിവൈസ്, ആ സർക്യൂട്ടിലുള്ള എല്ലാ ഡിവൈസുകളും കേടുന്നു. പോരാത്തതിന് അത് ഉപയോഗിക്കുമ്പോൾ നമുക്കും ഷോക്ക് ഏൽക്കാൻ സാധ്യത ഉണ്ട് അല്ലെ? മരണം വരെ സംഭവിക്കുക. വീട് കത്തി പോവാറൊക്കെ ഉണ്ടോ ഈ ഷോർട്ട് സർക്യൂട്ട് കാരണം? വീട് ഒരുപാട് തീപിടുത്തം, അടുത്തുള്ള ഒരുപാട് തീപിടുത്തങ്ങളെ കാരണങ്ങൾ പേപ്പർ നോക്കിയാൽ കാണാം ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം എന്ന് പറയും. അപ്പൊ അതാണ് ഷോർട്ട് സർക്യൂട്ട് കാരണം തീയൊക്കെ പിടിക്കും കേട്ടോ. അപ്പൊ ഹൗ ഡസ് എ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട് സർക്യൂട്ട്? നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ സേഫ്റ്റി ഫ്യൂസിന്റെ റോൾ എന്താ? സേഫ്റ്റി ഫ്യൂസിന്റെ റോൾ എന്താ? സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് ഈ ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം എക്സസ് കറണ്ട് രക്ഷിക്കുക?
എങ്ങനെ ഒരു ഓർമ്മയില്ല. നല്ല ആൾക്കാരാണ്. പറഞ്ഞു സേഫ്റ്റി ഫ്യൂസ് എന്നൊരു ചോദ്യം SLCക്ക് വരും. ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണിച്ചോണ്ട സേഫ്റ്റി ഫ്യൂസിനെ പറ്റി ചോദ്യം ഇല്ലാത്ത. സേഫ്റ്റി ഫ്യൂസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സേഫ്റ്റി ഫ്യൂസ് പിടിപ്പിക്കും. സർക്യൂട്ടില് സേഫ്റ്റി ഫ്യൂസ് പിടിപ്പിക്കും. ഓക്കെ, അത് ഫ്യൂസ് ആണ്, കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, സേഫ്റ്റി ഫ്യൂസിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? വളരെ തിന്നായൊരു വയർ ഉണ്ടാവും. വളരെ തിന്നായൊരു വയർ. എന്തുകൊണ്ടാ വയർ ഉണ്ടാക്കി? ഒരു പ്രത്യേക അലോയ്യ. ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് മെറ്റീരിയലെ കൊണ്ട് അത് ഉണ്ടാക്കുക? സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കുക? ലെഡ്. ടിന്നു ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ അലോയ്ക്ക് എന്താ പ്രത്യേകത? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. കമ്പാരിറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കറണ്ട് വരുന്ന സമയത്ത് ഓവറായിട്ട് കറണ്ട് വന്നാൽ എന്തായിപ്പോ? ഇത് ഉരുകിട്ട് പൊട്ടിപ്പോവും. ചൂട് എന്തായാലും ഉണ്ടാവും. അപ്പോ നല്ലോണം ചൂട് താങ്ങാൻ പറ്റിയെങ്കിൽ പ്രശ്നമാണ്, അത് പൊട്ടിപ്പോവില്ല. അപ്പൊ പെട്ടെന്ന് ഉരുകി പോകുന്ന ഒരു സാധനമാണ് ടിന്നു ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ അലോയ്. അപ്പൊ എന്തായിക്കും? അത് ഉരുകി പൊട്ടിപ്പോവും. അപ്പൊ കറണ്ട് ഇങ്ങോട്ട് എത്തുവോ? ഇവിടെ കറണ്ട് എത്തുവോ? ഇല്ല. അപ്പൊ ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ആ ബൾബ് കേടില്ല. നമ്മളവിടെ ഒരു എക്സിഡ് ഉണ്ട്. അപ്പൊ നമ്മള് രക്ഷപ്പെടും. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് ഉത്തരം പറയാം? വെൻ എക്സസ് കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട്, ദ ഫ്യൂസ് വയർ ഇൻ ദ സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ്സ്. അല്ലെ? നിങ്ങൾക്ക് അറിയാം അതിന്റെ ഉള്ളിൽ ഒരു ഫ്യൂസ് വയർ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഉള്ളിൽ ഒരു ഫ്യൂസ് വയർ ഉണ്ടാവും. ഫ്യൂസ് വയർ വിൽ മെൽറ്റ് when excess current goes through it. ഓക്കെ ആണോ? അപ്പോ എന്താവും? നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി ഒരു ചോദ്യം. എക്സസ് കറണ്ട് വന്ന്, ഓവറായിട്ട് കറണ്ട് വന്ന്, ഓക്കെ, ഓവറായി കറണ്ട് വന്ന് ഫ്യൂസ് ഉരുകിപ്പോയി. കറണ്ട് പോവല്ലോ, വീട്ടിലെ കറണ്ട് പോവല്ലോ, പോയി. തിരിച്ച് കറണ്ട് വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടി? എല്ലാരും ഇവിടെ പോയത്? കിടന്നുറങ്ങാണ് എല്ലാരും. ഒക്കെ പഠിച്ചതല്ലേ? സിമ്പിൾ ചോദ്യല്ലേ? ചെറിയ കുട്ടിയൊക്കെ വരെ അറിയാം. ഫ്യൂസ് വയർ കേടന്ന എന്താ സംഭവിക്കുക? പൊട്ടിപ്പോയി എന്താ സംഭവിക്കുക? കറണ്ട് വരാൻ എന്താ ചെയ്യേണ്ടി? ഒന്നുകൂടി ഫ്യൂസ് വയർ കെട്ടിക്കൊടുക്കുക. ഫ്യൂസ് വയർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഉള്ളില് കെട്ടിക്കൊടുക്കുക. ഓക്കെ, റീപ്ലേസിംഗ് ദ ഫ്യൂസ് വയർ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, ക്ലാസ് എടുക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കുക. എല്ലാരും ഇവിടെ ആണ്. അപ്പൊ നോക്കുക, സിമ്പിൾ ചോദ്യങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പൊ ഫ്യൂസ് വയറിന്റെ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പൊ ഫ്യൂസ് വയർ ഓക്കെ. അപ്പൊ നമ്മളെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന? ഷോർട്ട് സർക്യൂട്ടിൽ ഓവർലോഡ് നമ്മളെ രക്ഷിക്കാനും നമ്മളെ ഡിവൈസിനെ രക്ഷിക്കാനും. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇതന്നെയാണ് അതിന്റെ പ്രശ്നം. രക്ഷിച്ച് കറണ്ട് പോയി, പിന്നെ കറണ്ട് വരെ എന്ത് ചെയ്യണം? നമ്മള് പോയി ഇത് ഫ്യൂസ് ബോക്സ് പോയി അവിടെ കണ്ട് തുറന്ന് ഫ്യൂസ് കിട്ടാക്ക് വേണം. ഒരു സമയം പിടിക്കും, മെനക്കേടാണ് അല്ലെ? ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് റൂമൊക്കെ ഉള്ള വലിയൊരു ബിൽഡിംഗ് ആണെങ്കിലോ കുടുങ്ങിപ്പോവും. കുറെ ഫ്യൂസ് ഉണ്ടാവും. അതിൽ ഏത് ഫ്യൂസാ പോയതെന്ന് ഊരി കണ്ടുപിടിക്കണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ തിരിച്ച് കറണ്ട് വരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ പോയി ഇത് കണ്ടുപിടിച്ച് ഫ്യൂസ് വയർ കെട്ടിക്കൊടുക്കൊക്കെ വേണം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ചും കൂടി നല്ലൊരു സാധനം നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. പേര് പഠിച്ചോളൂ. വൺ വേർഡില് ചോദിക്കും. SLCക്ക് കണ്ടുവരുന്ന ചില ഷോർട്ട് ഫോം ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന് LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. മറ്റേതൊന്ന് MCB ആണ്, MCB. ഓക്കെ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ പഠിച്ചോളൂ. ഒരുപാട് തവണ, കഴിഞ്ഞ തവണ SLCക്ക് ഒരു മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. MCB ഒരു മാർക്കിന്. ഇതിന്റെ ഫുൾ എഴുതാൻ തെറ്റിക്കും. മിനിയേച്ചർ സർക്യൂട്ട് ബോർഡ് എന്ന് എഴുതും, അല്ലെങ്കിൽ മെയിൻ സർക്യൂട്ട് ബോർഡ്, മെയിൻ സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനെയൊക്കെ. ഇതൊക്കെ തെറ്റാ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അങ്ങനെ തന്നെ എഴുതിയാലേ മാർക്ക് തരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. സിമ്പിൾ സാധനം. അപ്പൊ ആദ്യം പഠിക്കാനുള്ളത്, ഇത് പുതിയ സാധനം ഒന്നല്ല. ശരിക്കും എന്താണ്? സേഫ്റ്റി ഫ്യൂസ് എന്തിനാണോ ഉപയോഗിച്ചത്
അതിന് തന്നെയാണ് എന്ത് നമ്മൾ ഈ MCB ഉപയോഗിച്ചത്. എന്തിനാണോ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിച്ചത് അതിന് തന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് MCB. അപ്പൊ സ്വാഭാവികമായിട്ട് സേഫ്റ്റി ഫ്യൂസിനെക്കാട്ടി എന്തെങ്കിലും അഡ്വാൻറ്റേജ് വേണ്ടേ MCBക്ക്? എന്തെങ്കിലും അഡ്വാൻറ്റേജ് വേണ്ടേ? വേണം. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് MCBക്ക്. സേഫ്റ്റി ഫ്യൂസിനെ വെച്ചിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഫയർ സേഫ്റ്റി ഫ്യൂസ് പൊട്ടിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ? തിരിച്ചു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? പോയിട്ട് കെട്ടിക്കൊടുക്കണം അല്ലെ? കെട്ടിക്കൊടുക്കണം, സമയം നഷ്ടപ്പെടും. ഇത് അങ്ങനൊന്നുമില്ല. പോയിട്ട് നമ്മൾ തുറന്ന് കെട്ടിക്കൊടുക്കൊന്നും വേണ്ട. ഇതൊരു സ്വിച്ച് പോലെ ഉണ്ടാവും. ഇതാ ചിത്രം ഇവിടെ അടിയിലുണ്ട്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അത്യാവശ്യം പുതിയ വീടുകളിലൊക്കെ ഇതാണ് ഇപ്പൊ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാവാറില്ല. ഫ്യൂസ് വയർ അല്ല ഉണ്ടാവുക, ഈ MCB ഉണ്ടാവുക. കണ്ടോ? ഇത് സ്വിച്ച് പോലെ. അപ്പോ ഫ്യൂസ് വയർ എന്താ സംഭവിക്കുക? ഉള്ളില് ഒരു വയർ ഉണ്ടാവും. ചൂട് പോകുമ്പോ ആ വയറ് പൊട്ടിപ്പോവും അല്ലെ? ഇതില് അങ്ങനത്തെ വയറും പൊട്ടലൊന്നുമില്ല. പകരം സ്വിച്ച് ഓണും ഓഫ് ആവല. എക്സസ് ആയിട്ട് കറണ്ട് വരുമ്പോ എന്തായി പോകും? ഈ സ്വിച്ച് താഴത്തേക്കായി പോകും ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ഓഫ് ആവും. എന്താണ്? സേഫ്റ്റി ഫ്യൂസിൽ ഓവറായിട്ട് കറണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ വയറ് പൊട്ടിപ്പോവും അല്ലെ? എന്നാൽ MCBയിൽ എന്താ സംഭവിക്കുക? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൽ എന്താ സംഭവിക്കുക? അത് സ്വിച്ച് പോലെയാണ്, മുകളിലോട്ട് താഴത്തേക്ക്. അതിനിപ്പോ ഇലക്ട്രീഷ്യൻ തലകുത്തനെ കൊടുത്താലും മുകളിലോട്ടേക്ക് ഇരിക്കാവാം. അതെങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി പോവും? സ്വിച്ച് ഓഫ് ആയി പോവും. ഓക്കെ, സ്വിച്ച് ഓഫ് ആയി പോവും ഓവർ കറണ്ട് വരുമ്പോ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? തിരിച്ചു പോയിട്ട് അത് അയച്ച് അതിൻ്റെ ഉള്ളിലെ സാധനം നന്നാക്കൊന്നും വേണ്ട. തിരിച്ച് കറണ്ട് വരാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഓൺ ആക്കിയാൽ മതി, പോയി സ്വിച്ച് ഇട്ടാൽ മതി. ഓക്കെ, തിരിച്ചു പോയി സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. സംഭവം സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ അതാണ് സാധനം. ഓക്കെ ആണോ? അപ്പൊ MCB എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസിന് പകരം ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രാഞ്ച് സർക്യൂട്ട് എന്ന് പറയാം. ബ്രാഞ്ച് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അല്ലെ? ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഒരുപാട് ബ്രാഞ്ചസിൽ ഇങ്ങനെ വലിയ മരത്തിന്റെ ചില്ലകൾ പോണ പോലെ പോകേണ്ടി വരും. അപ്പൊ ഇടങ്ങേറാവും. ഫ്യൂസ് വയർ ആണെങ്കിൽ ഇടങ്ങേറാവും അല്ലെ? ഒന്ന് പൊട്ടിയാൽ ഏതാന്ന് പോലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അതിന് പകരം നമ്മൾ MCB യൂസ് ചെയ്യും. അപ്പോ വാട്ട് ഈസ് MCB എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ ഫ്യൂസ് വയർ ഇൻ ബ്രാഞ്ച് സർക്യൂട്ട്സ്. ഓക്കെ ആണോ? MCB ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിക്കോളും? ബ്രേക്ക് ആയിക്കോളും. സർക്യൂട്ട് ബ്രേക്ക് ആയിക്കോളും. ഫ്യൂസ് ചെയ്യുന്ന പരിപാടി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ആവും എക്സസ് കറണ്ട് ഉണ്ടാവുമ്പോ അല്ലെ? അപ്പൊ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും ഉണ്ടാവുന്ന സമയത്ത് അതന്നെയാണ് ഫ്യൂസ് വയറിന്റെ പണി. എക്സസ് കറണ്ട് സർക്യൂട്ട് ബ്രേക്ക് ആവും. തിരിച്ചു വരാൻ എളുപ്പമാണ്. സേഫ്റ്റി ഫ്യൂസിനെ വെച്ച് നോക്കുമ്പോൾ MCBന്റെ ഉപകാരം അതാണ്. തിരിച്ച് കറണ്ട് വരാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്വിച്ച് ഓൺ ചെയ്താൽ മതി. വെറുതെ പോയി ഓൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അല്ല സേഫ്റ്റി ഫ്യൂസിനെ പോലെ പോയി കെട്ട് അത് എന്നും വേണ്ട. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ജൂൾസ് ലോ ഓർ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ? ഹീറ്റിംഗ് എഫക്ട് മാത്രമായിരുന്നു ഉപയോഗിച്ച്. എന്നാൽ MCB ഹീറ്റിംഗ് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി ഫ്യൂസ് ഹീറ്റിംഗ് മാത്രമാണ്. ഇതോ ഹീറ്റിംഗും ഉണ്ട് മാഗ്നറ്റിക്കും ഉണ്ട്. ഓക്കെ ആണോ? അതേപോലെ ഈ MCB പോലെ മറ്റൊരാളാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ELCB. സിമ്പിൾ സാധനം, ELCB. ഓക്കെ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതാണ് അതിന്റെ ഫുള്ള് പഠിച്ചോളൂ, ചോദിക്കാറുണ്ട് കേട്ടോ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ ആണോ? എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എർത്തിങ് എന്താന്ന് നമ്മൾ ചെറുതായിട്ട് ഐഡിയ തന്നിട്ടുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 3-pin പ്ലഗില് അല്ലെ? ഓർമ്മല്ലേ? ഒരു പച്ച ലൈൻ വരുന്ന കണ്ടില്ലേ? 3-pin പ്ലഗില്
അല്ലെ? ഭൂമിയിലേക്ക് വരുന്നുണ്ട്, ഇതുണ്ടില്ലേ അല്ലെ? ഭൂമിയിൽ നിന്ന് കൊടുക്കുന്ന കണക്ഷനാണ് എർത്ത്. അപ്പോ എർത്തിങ്ങിലെ ഈ ലൈൻ, ഈ പച്ച ലൈനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോൾ കറന്റ് ലീക്കായിട്ട് നമ്മളെ മെയിൻ സർക്യൂട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? എർത്ത് ലീക്കേജ്. ഇതാ ഈ സാധനം കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ് എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുകയുള്ളൂ. അപ്പോൾ എർത്തിലെ ലീക്കിങ് കാരണം, പേര് തന്നെ അറിയില്ല, എർത്തിലെ ലീക്കിങ് കാരണമുള്ള ഓവർ കറണ്ട്, എർത്തിലെ ലീക്കിങ് കാരണമുള്ള ഓവർ കറണ്ട് പ്രിവെന്റ് ചെയ്യാനാണ് ഈ LCB ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അത്ര പഠിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട. അപ്പൊ അത് എന്തിനാച്ചാൽ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഈ LCB അത് കുറച്ച് പഴഞ്ചൻ സാധനം, അവിടെ ചിത്രമുണ്ട്. ഈ LCB ഇതാണ് സാധനം, ഉണ്ടല്ലോ. അതിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലൊരു സാധനം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, RCCB. ഇത് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട, ചോദിക്കാറില്ല. RCCB അതെന്ന് പറഞ്ഞാൽ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് പേര്. റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ ജസ്റ്റ് ബേസിക്കലി ഇത്ര പഠിച്ചാൽ മതി. ഇൻസ്റ്റലേഷൻ ഫെയിലിയറോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണം സർക്യൂട്ട് എന്തെങ്കിലും കറണ്ട് ലീക്കേജ് ഉണ്ടാവണമെങ്കിൽ അത് തടയാനാണ് ഈ LCB ഉപയോഗിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അടുത്ത ചോദ്യങ്ങൾ ഇതാണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ഫ്യൂസ് ആൻഡ് MCB? എന്തൊക്കെയാണ് ഡിഫറൻസ്? കേക്കട്ടെ, പറഞ്ഞോക്കെ എന്തൊക്കെയാ ഡിഫറൻസ്? ഒന്നാമത്തെ വർക്കിംഗ് പ്രിൻസിപ്പൾ തന്നെ, ഒന്നാമത്തെ വർക്കിംഗ് പ്രിൻസിപ്പൾ തന്നെ സേഫ്റ്റി ഫ്യൂസ് ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. എന്നാൽ MCBയോ ഹീറ്റിംഗ് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റും, ബോത്ത് ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ആണല്ലോ. അതാണ് ബേസിക് ഡിഫറൻസ്. അടുത്ത്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് MCB ഓവർ സേഫ്റ്റി ഫ്യൂസ്? ഞാൻ പറഞ്ഞ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സേഫ്റ്റി ഫ്യൂസും MCB ഒരേ കാര്യത്തിന് ഉപയോഗിക്കുന്നത്, ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും തടയാൻ. ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും തടയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും എന്താണ് MCBക്ക് സേഫ്റ്റി ഫ്യൂസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ അഡ്വാൻറ്റേജ്? എന്താ അഡ്വാൻറ്റേജ്? സേഫ്റ്റി സർക്യൂട്ട് ബ്രേക്ക് ആയാൽ സേഫ്റ്റി ഫ്യൂസിൽ എന്ത് സംഭവിക്കും? നമുക്ക് സമയനഷ്ടം ഉണ്ട് അല്ലെ? നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് കെട്ടി നമുക്ക് മെനക്കേടാണ്, ബുദ്ധിമുട്ടുണ്ട് അല്ലെ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പോയി അത് തിരിച്ച് കറണ്ട് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. എന്നാൽ MCBയിൽ കറണ്ട് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? പോയി സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി MCBയിൽ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൽ. ഓക്കെ ആണോ? അടുത്തത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ELCB ആൻഡ് RCB ഇൻ ദ സർക്യൂട്ട്? നമ്മൾ പറഞ്ഞു ടു പ്രിവെന്റ് ദ കറണ്ട്, to prevent the shock from leakage of earth. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാണ് നമ്മള്. ഇതാക്കണ്ടല്ലോ, 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. മൂന്നാമത്തെ സേഫ്റ്റി മെഷറാണ്. ഒന്നാമത്തെ സേഫ്റ്റി ഫ്യൂസ്, രണ്ടാമത്തെ MCB, മൂന്നാമത്തെ 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. അപ്പൊ ചിലർക്ക് തോന്നും 3-pin പ്ലഗോ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3-pin പ്ലഗ് എങ്ങനെയാണ്? സേഫ്റ്റി കീ. അത് സേഫ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായിക്കോളൂ, വളരെ ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടത് ഇത്. ഈ ഭാഗം എന്താ, ഈ 3-pin പ്ലഗിന്റെ ഓർക്കുക, SLCനെ സംബന്ധിച്ച് അല്ല ഡെയിലി ലൈഫിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ്. കാരണം കറണ്ട് ഇല്ലാതെ നമുക്ക് ഇനി ലൈഫ് ഇല്ല. അപ്പൊ 3-pin പ്ലഗിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചോളൂ. ഓക്കെ, പറയാം. തുടങ്ങല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് 3-pin പ്ലഗ് കേട്ടോ. ശ്രദ്ധിക്കുക, SLCക്ക് ചോദ്യം എന്തായാലും വരുന്ന ഒരു ഭാഗമാണ് 3-pin പ്ലഗ്. ഫ്യൂസ് വാറിന്റെ ചോദ്യമൊക്കെ ഒന്നാമത്തെ പാടത്തു നിന്ന് വരിക. ഈ പാടത്തുനിന്ന് എർത്തിങ്ങിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു 2 മാർക്കിനുള്ള ചോദ്യം വരാറുണ്ട്. 1-2 മാർക്കുള്ള ചോദ്യം വരും. അപ്പോ 3-pin പ്ലഗ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? 3 പ്ലഗ് അല്ലെ? നിങ്ങളെ അത്യാവശ്യം പവറുള്ള ഡിവൈസുകളൊക്കെ, TV, ഫ്രിഡ്ജ് അല്ലെ, മിക്സർ, ചില 30 മൊബൈൽ ഫോൺ തന്നെ ചിലപ്പോൾ 3-pin പ്ലഗിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 3 പ്ലഗുകൾ ഉണ്ടാവാറുണ്ട്.
3 പ്ലഗ് ഉണ്ടാവാറുണ്ട് അല്ലെ. 3 പ്ലഗ് ഉണ്ടാവാറുണ്ട്. ഏതൊക്കെ നമ്മൾ അന്ന് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു? ഫേസ്, ന്യൂട്രല്, 3 എണ്ണം. 2 എണ്ണം താഴത്ത് ചെറുതും 1 മുകളിൽ വലുതും ആണല്ലോ. ഒന്ന് ഇതെന്താണ്? ഫേസ്. മറ്റേതോ ന്യൂട്രൽ. മുകളിലത്തുള്ള പേരെന്താ? ഫേസ്, ന്യൂട്രല്, എർത്ത്. 2 പിൻ പ്ലഗില് ഈ ഫേസ് ന്യൂട്രലേ ഉണ്ടാവുള്ളൂ. 2 പിൻ പ്ലഗില് ഫേസ് ന്യൂട്രൽ 2 എണ്ണം ഉള്ള. സാധാരണ ഞങ്ങളുടെ മൊബൈലിൻ്റെതും ബാക്കിയുള്ളതൊക്കെ 2 എണ്ണം ഉള്ളു അല്ലെ. എർത്ത് ഇല്ല. എർത്ത് 3 പിൻ പ്ലഗിൽ അല്ലെ. ഒരു തടിച്ചൊരു സാധനം. അപ്പൊ തടിച്ച പിന്നാണ് എർത്ത് ട്ടോ. ആ എർത്ത് എന്ന് പറഞ്ഞ പിന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ നോക്കുക, ഈ ഇസ്തിരിപ്പെട്ടിന്റെ ചിത്രം നല്ലോണം നോക്കുക. ഈ ചിത്രം തന്നെ വന്നിട്ട് SSLCക്ക് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഇതേ ചിത്രം കൊടുത്തിട്ട് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലോണം നോക്കിക്കോ. ഇതില് റെഡ് എന്താണ് അറിയോ? റെഡ് ഫേസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡ് ആണ് നമ്മൾ എപ്പോഴും ഫേസിന് കൊടുക്കാറ്. ബ്ലാക്ക് ഓർ ബ്ലൂ ആണ് നമ്മൾ എന്തിനു കൊടുക്കാറ്? ന്യൂട്രലിനും കൊടുക്കാറ്. കൊടുത്തല്ലോ. കറണ്ട് ഏതിന്റെ ഇടയിലാണ് ഒഴുകുക? ഫേസിന്റെയും ന്യൂട്രലിന്റെ ഇടയിൽ അല്ലേ ആണല്ലോ. അപ്പൊ കോയിലിലേക്ക് നമ്മൾ ഏതാ കൊടുത്ത? ഒരു കോയിലിൽ ഒരു സൈഡിലേക്ക് ഫേസ് കൊടുത്ത് മറ്റേ സൈഡില് ന്യൂട്രലും കൊടുത്ത്. അപ്പൊ കറണ്ട് ഏതിലൂടെ ഒഴുകും? കോയിലിൽ കൂടി ഒഴുകും അല്ലെ. ഫേസ് കൂടെ വന്ന് ന്യൂട്രലിൽ കൂടെ തിരിച്ചു പോകും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എർത്ത് പിന്ന്, തടിച്ച പിന്ന് അല്ലെ, പച്ച ലൈനാണ് നമ്മൾ എപ്പോഴും കൊടുക്കല്. അത് എവിടേക്കാ കൊടുത്ത്? കോയിലിലേക്കാണോ? കണ്ണ് തുറന്ന് നോക്ക്. കോയിലിലേക്കാണ് നമ്മൾ കൊടുത്ത്? കോയിലിലേക്കാണ് കൊടുത്ത്? നല്ലോണം നോക്ക്. കോയില് ടച്ചിങ് ഉണ്ടോ? ഇല്ല. എവിടേക്കാണ് കൊടുത്ത്? നിങ്ങളെ വീട്ടിൽ ഇസ്തിരിപ്പെട്ടി പഴയ കേടെന്നുണ്ടെങ്കിൽ ഒന്ന് നൈസിൽ തുറന്നു നോക്കാം. അല്ലെങ്കിൽ 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ ഇല്ലേ, കേടെന്നൊക്കെ ഉണ്ട്, തുറന്നു നോക്കാം. ആ 3 പിൻ പ്ലഗ് എങ്ങോട്ടാ, പച്ച വയർ എങ്ങോട്ടാ പോണെന്ന് നോക്കണ്ടി. തടിച്ച വയർ എന്നുള്ള അതിന് അതിന്റെ ഉള്ളിലേക്ക് ഒരു ബന്ധമില്ല. കോയില് ടച്ച് ചെയ്യില്ല. പുറത്ത് ഇസ്തിരിപ്പെട്ടിയാണ്, പുറത്തുള്ള ഒരു മെറ്റലിന്റെ ഭാഗം ഉണ്ടാവില്ല, ഇരുമ്പിന്റെ ഒരു കൂടുണ്ടാവില്ലേ പുറത്ത്, മെറ്റൽ ബോക്സ് ഉണ്ടാവില്ലേ, ആ മെറ്റൽ ബോക്സിലേക്കായിരിക്കും എർത്ത് പിന്നിന് കണക്ഷൻ. അപ്പൊ എർത്ത് പിന്ന് ചുറ്റുള്ള മെറ്റാലിക് കവറിങ്ങിലായിരിക്കും കണക്ഷൻ കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എന്തിനാ പുറത്തൊരു കണക്ഷൻ കൊടുക്കണേ? ഞാൻ പറഞ്ഞ എർത്തിൽ കറണ്ട് ഒന്നുമില്ല, വെറുതെ ഒരു വയർ അവിടെ ഇട്ട് വെച്ചിരിക്കുക. ഒരു വയർ വെറുതെ പുറത്ത് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇസ്തിരിപ്പെട്ടിന്റെ പുറത്ത് നമ്മൾ ചൂടാവണ ഭാഗല്ലേ, അവിടേക്കായിരിക്കും ഈ വയർ. അതിലൂടെ കറണ്ട് ഒന്നും ഇങ്ങോട്ട് വരില്ല. കറണ്ട് ഇങ്ങോട്ട് വരാനുള്ള വയറല്ലത്. അപ്പൊ എന്തിനായിരിക്കും കറണ്ട്? അങ്ങോട്ട് പോവാനുള്ള സാധനമാണ് എന്ത്? എർത്ത്. അപ്പൊ ഇസ്തിരിപ്പെട്ടിന്റെ മുകളിൽ എന്തിനാ കറണ്ട് എങ്ങനെ പുറത്തു വരിക? പുറത്ത് ചൂടല്ല ഉണ്ടാവുള്ളൂ. അല്ലെ? സാധാരണഗതിയിൽ അങ്ങനെയാണല്ലേ. അപ്പൊ നല്ലോണം വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇതുപോലെ കറണ്ട് വന്ന് ഇസ്തിരിപ്പെട്ടിന്റെ പുറത്ത് കറണ്ട് ഉണ്ടാവാൻ പറ്റുമോ? ഇവിടെ കറണ്ട് ഉണ്ടാവാൻ പറ്റുമോ? ഈ ഭാഗത്ത് കറണ്ട് ഉണ്ടാവാൻ പറ്റുമോ? ചൂടാവുന്ന ഭാഗത്ത് ഇല്ല. ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് കേൾക്കും അല്ലെ. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ പുറത്തു വിട്ടാൽ നമുക്ക് ഷോക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോ ഇങ്ങനെ സാധാരണഗതിയിൽ ഇതാവില്ല. പക്ഷെ ഈ ആലോചിച്ച് ഈ കോയിലൊന്ന് ഇളകി, ഇവിടെ അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹീറ്റിംഗ് കോയിൽ ഇളകിയിട്ട് ഇവിടെ അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുക? എന്താണ് കേൾക്കുന്നില്ല? ഓക്കെ, ഞാൻ എന്നാല് കുറച്ചുകൂടി പൊന്തിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോ നിങ്ങളെ അല്ലെ, ഞാൻ പറഞ്ഞു ഇതില് ഈ കറണ്ട് ഇതിലൂടെ വരിക, കോയിലിൽ മാത്രമേ വരുള്ളൂ, പുറത്ത് കറണ്ട് വരില്ല. പക്ഷെ ഉള്ളിൽ ഇളകിപ്പോയി.
നമ്മൾ ഇസ്തിരിയൊക്കെ ഇടുമ്പോൾ ഇളകിപ്പോയി. ഇളകിയിട്ട് എന്ത് സംഭവിക്കും? ഈ കോയില് പുറത്തുള്ള മെറ്റാലിക് കവറിങ് ആയിട്ട് ടച്ചിങ് വന്ന് വിചാരിക്കും. എന്താ സംഭവിക്കും ഒന്ന് ആലോചിച്ചത്, ഒന്ന് പറഞ്ഞോക്ക്. എന്താ ഇവിടെ ഇങ്ങനെ ടച്ചിങ് വന്ന് എന്താ സംഭവിക്കുക? ഇവിടെ ഇങ്ങനെ ടച്ച് എന്താ സംഭവിക്കുക പറഞ്ഞോക്ക്. പുറത്തുള്ള മെറ്റാലിക് കവറിങ്ങിൽ എന്ത് വരും? കറണ്ട് വരും അല്ലെ? പുറത്തുള്ള മെറ്റാലിക് കവറിങ്ങിൽ എന്ത് വരും? കറണ്ട് വരും. കറണ്ട് വരാൻ പറ്റുമോ? വന്നാൽ നമുക്ക് ഷോക്ക് അടിക്കും ഉറപ്പാ. ഇസ്തിരി ഇടുമ്പോ അല്ലെ? നമ്മളവിടെ തൊട്ടിയില്ലെങ്കിൽ നമ്മൾ നിലത്ത് വെക്കുമ്പോ ആ വഴിയെങ്കിലും കറണ്ട് വരും. അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജാണ്, ഫ്രിഡ്ജിന്റെ പുറം ഭാഗം അല്ലെ മെറ്റലിന്റെ ബോക്സ് ആയിരിക്കും അധികം. അവിടെ കറണ്ട് വരാൻ പറ്റുമോ? നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല. ടി വി ഉണക്കുമ്പോ പുറത്ത് വിടുമ്പോ ഷോക്ക് അടിച്ചാലോ? ചാൻസ് ഉണ്ട്. എപ്പോൾ? സാധാരണ ഗതിയിലല്ല, എങ്ങാനും ഉള്ളിൽ ലീക്കോ ഇളകിയിട്ടൊക്കെ ഈ പുറത്തത്തെ മെറ്റൽ കവറിങ്ങുമായിട്ട് ടച്ചിങ് വന്നാൽ എന്ത് സംഭവിക്കും? പുറത്തുള്ള മെറ്റാലിക് കവറിങ്ങിൽ കറണ്ട് വരും അല്ലെ? അപ്പൊ നമ്മളെ സേഫ്റ്റിക്ക് ഡേഞ്ചർ ആണ് അല്ലെ? അപ്പൊ ആ പുറത്ത് വരുന്ന കറണ്ട് പോവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ എർത്ത് പിന്ന് വെച്ചത്. ഓർത്തോ? എർത്ത് പിന്നെ എന്തിനാ വെച്ച്? കറണ്ട് അങ്ങോട്ട് കൊടുക്കാനാണോ? കറണ്ട് അങ്ങോട്ട് കൊടുക്കാനാണോ? അല്ല. മനസ്സിലാക്കിയോ? ഇത് ഡെയിലി ലൈഫിൽ ഒരുപാട് വളരെ ഇമ്പോർട്ടന്റ്. കാരണം കറണ്ടുമായിട്ടാണ് ഡെയിലി നമ്മളെ കളി. എപ്പോഴെങ്കിലും അശ്രദ്ധ ഉണ്ടാകുമ്പോ ഒക്കെ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഫേസും ന്യൂട്രലും തമ്മിലെ കറണ്ട് ഇല്ലേ, നമ്മളെ KCBന്റെ ലൈനുമായിട്ട് ബന്ധമുള്ളൂ. ഞാൻ പറഞ്ഞ എർത്ത് നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുന്ന. അപ്പൊ എർത്ത് എങ്ങോട്ടാ കൊടുക്കുക? ഉള്ളിലത്തെ കോയിലിൽ ഒരു ടച്ചിങ് ഉണ്ടാവില്ല, പകരം ബോഡിയിലായിരിക്കും. എന്തിനാ ബോഡിയിൽ ടച്ച് ചെയ്യുന്നേ? എങ്ങാനും ഉള്ളിൽ എന്തെങ്കിലും ഇളകി പുറത്ത് കറണ്ട് വരുമ്പോ നമുക്ക് ഷോക്ക് കേൾക്കും. ഇസ്തിരിപ്പെട്ടിയും അല്ലെങ്കിൽ ടിവിയും എന്താണെങ്കിലും. അപ്പൊ വന്നാൽ എന്ത് ചെയ്യും? ഈ കറണ്ടിന് പോണോ? അപ്പൊ കറണ്ടിന് പോവാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ എർത്ത് വെച്ച്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമായിട്ടത് ചോദ്യം ഇവിടുന്ന് വരും. അപ്പൊ എന്തിനാണ് എർത്തിങ് എന്ന് വെച്ചാൽ, ഇഫ് ദർ ഈസ് ആൻ ഇൻസുലേഷൻ, ഇതിന്റെ പുറത്തൊക്കെ ഇൻസുലേഷൻ ഒരു കവറിങ് ഉണ്ടാവും, ഇവിടൊക്കെ ഇങ്ങനെ ടച്ചിങ് ഇല്ലാണ്ടാക്കാൻ. ഇഫ് ദർ ഈസ് ആൻ ഇൻസുലേഷൻ ഫെയിലിയർ ഓർ മെക്കാനിക്കൽ ഫെയിലിയർ inside an electronic device, there is a chance for contact with the outer metallic covering. അല്ലെ? പുറത്തുള്ള മെറ്റാലിക് കവറിംഗ് ആയിട്ട് ഒരു കോണ്ടാക്ടിന് ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? there is a chance for electric current flow through the metallic covering. അതെന്താണ്? നമ്മളെ സേഫ്റ്റിക്ക് അല്ലെ നമ്മളെ ഹെൽത്തിന് ഡേഞ്ചർ ആണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? we connect the earth pin to the external metallic covering so that the ലീക്കേജ് കറണ്ട്, അവിടുന്ന് ലീക്കായി വന്ന കറണ്ട് ക്യാൻ ഗോ ത്രൂ ദ എർത്ത് പിൻ അല്ലെ? എർത്തിന്റെ വയറിലൂടെ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. ഓക്കെ, അതെങ്ങോട്ടായിരിക്കും പോവാ? ഈ എർത്ത് പിൻ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? നേരെ നമ്മളെ വീടിന്റെ മണ്ണിലേക്ക് കേട്ടോ. നേരെ വീടിന്റെ KCB ബോർഡിന്റെ അടുത്ത് മണ്ണിലേക്ക് ഒരു വലിയ ഒരു വടി ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഒരു വലിയ വടി ഇറക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഓക്കെ, എർത്തടിയാന്നൊക്കെ പറയും, എർത്തിന്റെ കമ്പി ഇറക്കാന്നൊക്കെ പറയും. അപ്പൊ നേരെ എങ്ങോട്ടാ പോവാ? ഭൂമിയിലേക്ക് എത്ര കറണ്ട് അങ്ങോട്ട് കൊടുത്താലും ഭൂമിക്ക് കുഴപ്പമില്ല. അപ്പൊ ഭൂമിക്ക് കറണ്ട് കൊടുത്താൽ ഭൂമിക്ക് കുഴപ്പമില്ല, ഭൂമി സ്വീകരിച്ചോളും. അവിടത്തെ കറണ്ട് എത്തിയ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ലീക്ക് ആയിട്ടുള്ള ഈ ഇൻസുലേഷൻ ഫെയിലിയർ ഒക്കെ കാരണം ലീക്ക് ആവുന്ന കറണ്ട് നമ്മളെ രക്ഷിക്കാനാണ് 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പവർ കൂടിയ, പ്രത്യേകിച്ച് പവർ കൂടിയ പുറത്ത് മെറ്റാലിക് കവറിംഗ് ഉള്ള, ശ്രദ്ധിച്ചാൽ മതി. ഇനി പുറത്ത് മെറ്റലിന്റെ ഭാഗങ്ങളൊക്കെ ഉള്ള എല്ലാ ഡിവൈസിനും 3 പിൻ പ്ലഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ചില മൊബൈൽ ഫോണിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില വില കൂടിയ മൊബൈൽ ഫോൺ, മെറ്റലിന്റെ കവറിംഗ് ഉള്ള മൊബൈൽ ഫോണിനൊക്കെ 3 പിൻ പ്ലഗ് ആയിരിക്കും. കാരണം എന്തായിരിക്കും? പുറത്ത് മെറ്റാലിക് കവറിംഗ് വരുന്ന ഫോണിന് 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് കേൾക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 3 പിൻ പ്ലഗ് ആണ് അത് കണക്ട് ചെയ്യേണ്ടത്. 3 പിൻ പ്ലഗ് അല്ലാത്ത ചാർജറിലൊന്നും അത് കുത്താൻ നിൽക്കണ്ട. എങ്ങാനും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഷോക്ക് കേൾക്കും. പിന്നെ എർത്തിങ്ങിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എർത്തിങ് നേരെ ഭൂമിയിലേക്കാണ്, എർത്തിലേക്കാണ്. അതിന്റെ സിമ്പിൾ ഇത് അവിടെ കണ്ടല്ലോ, സിമ്പിൾ കണ്ടല്ലോ, ഇതാണ് എർത്തിങ്ങിന്റെ സിമ്പിൾ. എന്താ ഇങ്ങനെ ഒരു വര നേരാണ്, വര നേരാണ്, വര വളഞ്ഞു പോയിട്ടുണ്ട്, ഒന്നുമില്ല, ഒരു 3 വര ഇങ്ങനെ ഇട്ടാൽ മതി, ചെറുതാക്കിയിട്ട്. അപ്പൊ അതാ ചോദ്യങ്ങൾ. ഉത്തരം പറയാൻ കഴിയുണ്ടോ നോക്ക്? വിച്ച് ലൈൻ കമ്മിൻസ് ടു കോണ്ടാക്ട് വിത്ത് ദ പിൻ ഇ? ഏത് ലൈനാ കോണ്ടാക്ട് ചെയ്യാ? ഫേസ് ആണോ, ന്യൂട്രൽ ആണോ, എർത്ത് ആണോ?
എർത്ത് ലൈൻ അല്ലെ, എർത്ത് ലൈൻ സിമ്പിൾ. ഹൗ ഡസ് എർത്ത് പിൻ ഡിഫർ ഫ്രം അതർ പിൻസ്? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എർത്ത് പിൻ ബാക്കി രണ്ടെണ്ണം ചെറുത്, എർത്ത് വലുത്, അതെന്തിനാ അറിയോ? അത് ഇമ്പോർട്ടന്റ് ആട്ടോ ഈ ചോദ്യം. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ എർത്തിന്റെ ഭാഗത്തും ചോദ്യം വരുന്നത് എല്ലാ കൊല്ലം വരില്ല ചോദ്യം ഈ ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എർത്ത് പിൻ എന്തിനാ തടി കൂട്ടിയത്? പോരാത്തിന് നീളം. ഏതെങ്കിലും 3 പിൻ ഡൗട്ട് ഉള്ള ഒരു നോക്കി, എല്ലാ 3 പിൻ പ്ലഗും നോക്കി നോക്ക്. തടിച്ച പിൻ മോളത്തെ എർത്ത് പിന്നെ കുറച്ച് തടി കൂടുതലായിരിക്കും, കുറച്ച് മറ്റേനെക്കാട്ടി നീളവും കൂടുതലായിരിക്കും. എന്തിനാ? എന്തിനാ മക്കളെ? അറിയോ? അറിയില്ലെങ്കിൽ പഠിച്ചോളൂ. നമുക്ക് കറണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി, ഇമ്പോർട്ടന്റ് ആണ്, കറണ്ട് അങ്ങോട്ട് പോവാണ് വേണ്ടി. അങ്ങോട്ട് പോകുമ്പോ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണം. കറണ്ട് പെട്ടെന്ന് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? റെസിസ്റ്റൻസ് കുറയണം. തടി കൂടുന്തോറും, പിന്നിന്റെ തടി കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നിന്റെ തടി കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പോ മറ്റ് 2 പിന്നിനേക്കാളും ഫേസും 3 പിന്നുണ്ടാവും, കണ്ടില്ലേ? 3 പിൻ പ്ലഗില് 2 ചെറുതും 1 വലുതും. മറ്റ് 2 പിന്നിനെക്കാളും റെസിസ്റ്റൻസ് കുറവായിരിക്കും ആർക്ക്? എർത്ത് പിന്നിന്. കാരണം എന്താ? കറണ്ട് അങ്ങോട്ട് പെട്ടെന്ന് പോണ എർത്തില്. അപ്പൊ എർത്തിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ് നമ്മൾ എന്തിന്റെ ഏരിയ കൂട്ടുന്നത്. തടി കൂട്ടിയത് എന്തിനാണ്? അതിനാണ് കേട്ടോ. പിന്നെ ഡൗട്ട്, എന്തിനാണ് നീളം കൂട്ടിയത്? നീളം കൂട്ടി എന്തിനായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്ക്. നമ്മള് ഈ സോക്കറ്റിലേക്ക് അല്ലെ, ഈ പിന്ന് സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏത് പിന്നാണ് ആദ്യം ഡിവൈസ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. നീളം കൂടിയോണ്ട് എർത്ത് പിന്നായിരിക്കും ആദ്യം ഡിവൈസുമായിട്ട് കോണ്ടാക്ട് വരിക. അപ്പൊ എങ്ങാനും അവിടെ കുറച്ച് ലീക്ക് ചെയ്ത കറണ്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്തായിക്കോളും? എർത്ത് കൂടിയ ഭൂമിയിലേക്ക്, ലൈനിലൂടെ ഭൂമിയിലേക്ക് പോയിക്കോളും. ഓക്കെ. ഇനി ഊരുന്ന സമയത്ത് അവസാനം കോണ്ടാക്ട് വിടുന്ന ആരാ? എർത്ത് പിന്ന്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എർത്ത് പിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പൊ ഊരുന്ന സമയത്തും അവസാന എർത്ത് പിന്ന് കോണ്ടാക്ട് വിടാനും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കോണ്ടാക്ട് വരാനുമാണ് നമ്മൾ ഇത് ഡിഫറെന്റ് ആക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഉത്തരാണത്. ഈ ഭാഗം വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതവിടെ ഇവിടെ ഉണ്ട്, ഈ ഭാഗത്ത് എന്താ, ഈ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ ബോക്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് അത്. ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് തവണ SSCക്ക് ചോദിച്ച ചോദ്യമാണ് ഇത്. ഈ ചോദ്യം 3 പിൻ പ്ലഗിലെ എർത്ത് പിൻ എന്തിനാണ് ഡിഫർ ചെയ്യുന്നത്? മറ്റ് 2 പിന്നിൽ ഡിഫർ ചെയ്യുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. തടി കൂട്ടുന്നത്, വിഡ്ത്ത് കൂട്ടുന്നത് അല്ലെങ്കിൽ ഏരിയ കൂട്ടുന്നത് എന്തിനാണ്? റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ്. എന്തിനാണ് ലെങ്ത് കൂട്ടുന്നത് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം കോണ്ടാക്റ്റിൽ വരാനും റിമൂവ് ചെയ്യുമ്പോൾ അവസാനം കോണ്ടാക്ട് വിടാനുമാണ് എന്ത്? നമ്മൾ 3 പിൻ പ്ലഗിന്റെ എർത്ത് പിന്ന് നീളം കൂട്ടുന്നതും തടി കൂട്ടുന്നതും. ഈ ഭാഗം വായിച്ചാൽ മതി കേട്ടോ. ക്ലാസ് കഴിഞ്ഞ പാടെ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണത്, ഈ ചോദ്യം. ഓക്കെ ആണോ? അടുത്ത ടു വിച്ച് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് ലൈൻ? അതിന്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാ? മെറ്റാലിക് കവറിംഗ്. പുറത്തുള്ള മെറ്റാലിക് കവറിംഗിലേക്കായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടല്ലേ വേഗം ചോദിച്ചോളൂ. ഡൗട്ട് ഉണ്ടെ വേഗം ചോദിച്ചോളൂ. വീഡിയോ പെൻഡ് ചെയ്യും, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ശരി, ഒരു മിനിറ്റ്. ആരും ലെഫ്റ്റ് അടിച്ചോളൂ. അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി.